പ്രിയപ്പെട്ടവരെ, ഗോ ഗ്രീൻ വിത്ത് ടിവിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഏതാണ്ട് 2 വർഷത്തോളമായി നെക്സോൺ EV ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമറുടെ അനുഭവമാണ്. ഏതാനും മാസങ്ങളായിട്ട് ബാറ്ററി സംബന്ധമായ ചില പ്രശ്നങ്ങൾ അദ്ദേഹം നേരിടുന്നു. 2 സർവീസ് സെൻ്ററുകളിൽ അത് അവതരിപ്പിച്ചുവെങ്കിലും ഈ പ്രശ്നം അവതരിപ്പിച്ചുവെങ്കിലും പ്രോപ്പറായിട്ട് എന്താണ് ആ പ്രശ്നമെന്ന് കണ്ടെത്തുവാനോ പരിഹരിക്കുവാനോ അവർക്ക് സാധിച്ചില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തിരുവനന്തപുരത്തുള്ള ഒരു സർവീസ് സെൻ്ററിൽ ഈ വാഹനം കൊണ്ടുപോകുന്നതിൻ്റെ ഒരു വീഡിയോ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ഒരു ഫോളോ അപ്പ് വീഡിയോ വേണമെന്ന് 1-2 പേർ എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. അതിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. മാത്രമല്ല, തിരുവനന്തപുരത്ത് എത്തിയിട്ടും അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടോ എന്നറിയാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടാവാം. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമസ്കാരം. നമസ്തേ. വണ്ടി തിരുവനന്തപുരത്ത് കൊണ്ടുപോയി നന്നാക്കിയല്ലോ? റെഡി ആയി കിട്ടോ. പ്രശ്നങ്ങളൊക്കെ മാറി? കുഴപ്പമില്ല. ഓക്കെ. എന്താ ബാറ്ററി മാറി വരും? ബാറ്ററി ഫുൾ അവർ മാറി തന്നു. ഓക്കെ. പിന്നെ സർവീസ് ചെയ്തായിരുന്നു? വണ്ടി സർവീസ് ചെയ്തു. പിന്നെ എന്റെ ചാർജറിന് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് എന്താ പറയാ, നമ്മള് ചാർജർ നമ്മൾ പ്ലഗ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴത്തേനും അതിൽ ഒരു റെഡ് ലൈറ്റ് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കുറെ നാളുകളായിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം വിചാരിച്ചു എർത്തിങ്ങിന്റെ ഇഷ്യൂ ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീടിന്റെ എർത്തിങ് പ്രോപ്പർ ആക്കി. അതിനുശേഷം വീണ്ടും ഇത് കാണിച്ചു. അതിനുശേഷം നമ്മൾ എന്താ പറയാ, KSEB ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർ വന്നതിന്റെ എല്ലാ സംഭവം നോക്കി. പവർ ഫ്ലക്ച്വേഷൻ ഒന്നും വരുന്നില്ല, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ എന്നിട്ടും ഇതിങ്ങനെ കാണിച്ചു. അപ്പോൾ നമ്മൾ സർവീസിന് പോയപ്പോൾ അവരോട് ഈ ഒരു ഇഷ്യൂ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ചെക്ക് ചെയ്തപ്പോഴത്തേനും അതിന്റെ ചാർജറിനും കംപ്ലൈന്റ് ആണ്. അപ്പൊ പിന്നെ അവർ ചാർജറും മാറി തന്നു. പുതിയ ചാർജർ അവര് തന്ന്. അങ്ങനെ കുഴപ്പമില്ല. ഇപ്പൊ ഞാനിപ്പോ ലാസ്റ്റ് ഒരു 10% വരെ ഞാൻ ഓടിച്ചു നോക്കി. കുഴപ്പമൊന്നുമില്ലായിരുന്നു, ലിമ്പൊന്നും കാണിക്കുന്നില്ല. പിന്നെ അതിനുശേഷം ഞാൻ പരമാവധി ഇപ്പോൾ ഒരു 15-20-100 ചാർജ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇപ്പം കുഴപ്പമൊന്നും കാണിക്കുന്നില്ല, മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല ഇപ്പം. അപ്പം എത്ര ദിവസത്തിനുള്ളിൽ വണ്ടി കിട്ടി? വണ്ടി ഒരു 5 ദിവസം. 5 ദിവസത്തിനുള്ളിൽ? 5-6 ദിവസം. 6ാം പൊക്കം ഞാൻ പോയി എടുത്തു വണ്ടി. അത്ര ഡിലേ വന്നേ? അത് അവര് വണ്ടി ഞാൻ കൊടുക്കുമ്പോൾ അതിനകത്ത് ഒരു 69-70% ചാർജ് ഉണ്ടായിരുന്നു. അപ്പോ അത് കാരണം അത് അവർ ഓടിച്ച് ചാർജ് പോയിട്ട് ഒരു 36 കണ്ടായപ്പോഴേ ലിമ്പായി. അതിനുശേഷം വീണ്ടും അപ്പൊ അത്രയും ഒരു വണ്ടി ഓടിച്ച് അത്രയും ചാർജ് കളയണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിലേ ആവണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് പറഞ്ഞത്. അവർ വേറെ 2 വണ്ടി ഉണ്ടായിരുന്നു അവിടെ. അപ്പം അത് ബാറ്ററി കംപ്ലൈന്റ് ആയിട്ട് സെയിം ഇഷ്യൂ ആയിട്ട്. അപ്പൊ അങ്ങനെ 2-3-4 ദിവസത്തെ ഗ്യാപ്പ് എടുത്തു. അപ്പൊ പിന്നെ ബാറ്ററി അവർ സെറ്റ് ചെയ്യാനും പിന്നെ അവർ ഓടിച്ച് ചെക്ക് ചെയ്ത് നോക്കണമല്ലോ. അങ്ങനെ വീണ്ടും അവർ 100 ചാർജ് ചെയ്തിട്ട് വീണ്ടും അവർ അങ്ങനെ ചാർജ് കളയാൻ വേണ്ടി അവർ ഓടിച്ച് നോക്കി. അവർ എന്താ പറയാ, ചെക്ക് ചെയ്തിട്ടാണ് നമുക്ക് തന്നത്. അപ്പൊ ഞാനത് പരമാവധി ഒരു നേരത്തെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ 20 ഒക്കെ ആയപ്പോൾ തൊട്ട് നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ ഓടിക്കാൻ തുടങ്ങി. അങ്ങനെ ഓടിച്ച് ഒരു 10 ഒക്കെ ആക്കി നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴും കുഴപ്പമൊന്നും കണ്ടില്ല. അതൊരു പറ്റുമെന്നുണ്ടെങ്കിൽ 1 വരെ 0 വരെ ഓടിക്കാൻ നോക്കാം. അതെ. ഇപ്പൊ എനിക്ക് അങ്ങനെ എങ്ങനെയെങ്കിലും വീട്ടിൽ കൊണ്ടുവന്നിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനത്തെ അങ്ങനെ ചെയ്തു. ഇനി കംപ്ലൈന്റ് ഉണ്ടെന്ന് നമുക്ക് അറിയാമല്ലോ. അതെ. ഞാനിപ്പോ എനിക്ക് അങ്ങനെ പോകാൻ പറ്റില്ല, കാരണം എല്ലാ ദിവസം സ്കൂളിൽ പോകേണ്ട ഒരു കേസുകളുണ്ടേ. അപ്പൊ ഞാനിപ്പോ ഈ ഓണത്തിന്റെ അവധി വരുമല്ലേ, അപ്പോൾ അവധി വരുന്ന സമയത്ത് അങ്ങനെ ഞാൻ പരമാവധി ഒന്ന് താഴേക്ക് കൊണ്ടുപോകണം പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത്. ഓക്കെ. അപ്പം നമ്മൾ സർവീസ് ചെയ്ത് എവിടെയായിരുന്നു? ട്രിവാൻഡ്രം മോട്ടോഴ്സിൽ ട്രിവാൻഡ്രത്ത് പോയി. അവസാനം ഒരു ഒറ്റ കൈയായിരുന്നത്. തുരുത്തി. അതെ, ചങ്ങനാശ്ശേരിയിൽ നിന്ന് കോട്ടയം റൂട്ടിലെ ഒരു ട്രിവാൻഡ്രം വരെ പോവാണെന്ന് പറഞ്ഞാല് 2 വർഷം കഴിഞ്ഞു. 2 വർഷവും 1 മാസമായി. 44,000 കിലോമീറ്റർ. ഓക്കെ. അപ്പൊ എന്താണ് അവിടം വരെ പോകാനുള്ള കാരണം? അത് നമ്മൾ ഈ വണ്ടി എടുത്ത സമയത്ത് കുറേയധികം ഒരു ടെൻഷനും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 17% ക്യാബിൻ ലിമ്പായി. അങ്ങനെ വണ്ടി ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയി MKയിൽ ഒരു 10-20 ദിവസത്തോളം അവിടെ വണ്ടി കിടന്നു. ഓണത്തിന്റെ സമയത്തായിരുന്നു. അപ്പൊ ആ ഓണത്തിന്റെ എക്സാം ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യാൻ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് സംഭവിച്ചത്. അതിനുശേഷം പിന്നീട് ഓണത്തിന്റെ അവധി കഴിഞ്ഞ് സ്കൂൾ തുറന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് വണ്ടി കിട്ടിയത്. അപ്പോൾ അതുവരെ ഞാൻ നമ്മുടെ ഒരു സുഹൃത്തിന്റെ വണ്ടി യൂസ് ചെയ്യായിരുന്നു. അപ്പോൾ അവരെ ചെക്ക് ചെയ്തിട്ട് ബാറ്ററിക്ക് ഇഷ്യൂ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു.
ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം വെച്ചാൽ ഇതിനെക്കുറിച്ച് വലിയ ധാരണ അവിടുത്തെ ടെക്നീഷ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവർ പറഞ്ഞത് നിങ്ങൾ ചാർജ് ചെയ്യുന്നതിൻ്റെ ഇഷ്യൂ ആണ്. നിങ്ങൾ ഇടയ്ക്ക് എന്താ പറയുക കുറച്ച് സമയം ചാർജ് ചെയ്തിട്ടുണ്ടാവും, അതല്ലെങ്കിൽ 100 വരെ ചാർജ് ചെയ്തിരുന്നിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ പറഞ്ഞു പോവാം. അപ്പം നമ്മള് അത് അങ്ങനെ പറയുന്നതിൽ കഥയില്ലല്ലോ. കാരണം വെച്ചാൽ നമുക്ക് നമ്മുടെ ചാർജ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. SOC നമ്മുടെ ആപ്പിൽ നോക്കിയാൽ കിട്ടും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ലാസ്റ്റ് കുറെ നാളത്തെ ചാർജിങ് പാറ്റേൺ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. അതൊരു പക്ഷേ സാറിന് നോക്കാൻ എനിക്ക് അറിയാൻ പറ്റിയിട്ടില്ല. നമ്മുടെ അതെ. അപ്പൊ ഞാൻ ചില സമയത്തൊക്കെ എന്താ പറയാ ചില സമയത്തൊക്കെ നമ്മൾ ചാർജ് ചെയ്യുമ്പോഴത്തേനും കറണ്ടൊക്കെ പോകാറുണ്ട്. അപ്പം നമ്മൾ വണ്ടി എടുക്കുമ്പോഴത്തേനും ചിലപ്പം ഈ 100 ഒന്നും കാണത്തില്ല. അത് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകാറുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനിയും അങ്ങനെ ആവാൻ സാധ്യത ഉണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ ആയതായിരിക്കും ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്നിട്ടൊക്കെ നമ്മളോട് പറഞ്ഞത് 20 to 100 5 തവണ ചാർജ് ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീടുള്ള ചാർജിങ്ങിലൊക്കെ ഞാൻ 20 to 100 ശ്രമിക്കാറുണ്ട്. പിന്നെ അത് അല്ലാതെ ഫാസ്റ്റ് ചാർജിങ് ചെയ്യാറില്ല, വീട്ടിൽ നിന്ന് തന്നെ ചാർജ് ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും ഞാൻ എവിടെ യാത്ര പോകുന്ന സമയത്ത്, കുറച്ച് ലോങ് ഒക്കെ പോകുന്ന സമയത്തൊക്കെ 10 തവണയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എവിടെ യാത്ര പോകുന്ന സമയത്തൊക്കെ അങ്ങനെ അത്യാവശ്യം വന്നാൽ മാത്രമേ നമ്മൾ അങ്ങനെ ഫാസ്റ്റ് ചാർജ് ചെയ്യാറുള്ളൂ. ബാക്കി ഫുൾ ടൈം നമ്മൾ ഇവിടെ നിന്ന് തന്നെ ചെയ്യുക. അപ്പോൾ അത് പറഞ്ഞു ചാർജിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. 20 to 100 ചെയ്യുമ്പോഴും 90 എത്തിക്കഴിഞ്ഞാൽ പിന്നെ 100 ആക്കിയേക്കണം. ഓക്കെ. ഞാൻ 100 ആക്കിയിട്ടാണ് എടുക്കുക. നമ്മൾ അതിന്റെ അകത്ത് ഒരു കോംപ്രമൈസ് ചെയ്യും. അതെ. അങ്ങനെ അതിനുശേഷം പിന്നീട് നമ്മൾ വീണ്ടും അങ്ങനെ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം വന്നപ്പോൾ വീണ്ടും ലിംബ് 20ക്ക് മേളിൽ ലിംബ് കാണിച്ചു, 26 ലിംബ് കാണിച്ചു. ലാസ്റ്റ് 26 ലിംബ് കാണിക്കുമ്പോൾ ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ വീടിനടുത്തായതുകൊണ്ട് എനിക്ക് വളരെ എളുപ്പത്തിൽ ഓടിച്ച് കയറ്റി നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ചാർജ് ചെയ്യാൻ സാധിച്ചു. പക്ഷെ അപ്പോഴൊന്നും ഈ ലിഫ്റ്റ് കൊണ്ടുപോകേണ്ടി വരാഞ്ഞുകൊണ്ട് ഞാനത് എന്താ പറയുക ഷോറൂമിലേക്ക് പോയില്ല. കാരണം എനിക്ക് പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം പിന്നീട് എന്താ പറയുക അടുത്ത സർവീസ് ആകുമ്പോഴത്തേനും MK സർവീസ് അവർ പൂട്ടി. പിന്നെ ഇല്ലില്ല. പിന്നെ MKയിൽ സർവീസ് ചെയ്തിട്ടില്ല. ഓക്കെ. അതിനുശേഷം പിന്നീട് ഞാൻ സർവീസ് സെന്റർ നോക്കിയിട്ട് ഉള്ളത് ലെക്സൺ ടാറ്റ ആയിരുന്നു. അപ്പോൾ ലെക്സൺ ടാറ്റയിൽ ഞാൻ ഇവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ പറഞ്ഞു MKയിൽ നമ്മൾ കൊടുത്തപ്പം അതിനുശേഷം ലിംബ് ആയതിനു ശേഷം MK കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയതാണ്. അതിനുശേഷം പിന്നെ ഒരു പ്രാവശ്യം ലിംബ് 20ക്ക് മേളിൽ കാണിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർ അതെനിക്ക് തോന്നുന്നു 37,500 സർവീസാണ്. ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അപ്പം വൈകുന്നേരം അവർ വണ്ടി എടുത്തപ്പോഴത്തേനും അവർ പറഞ്ഞു മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല, ബാറ്ററി അവർ നോക്കിയിട്ടുണ്ട്, അപ്ഡേഷൻ നടത്തിയിട്ടുണ്ട്, മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് തന്നു. തരുന്നത്. അപ്പം 37,500 സർവീസ്. അപ്പോൾ അതിനുശേഷം പിന്നീട് എന്താ പറയുക 26 ആവുന്നു, 30 32 34 വരെ ലിംബ് കാണിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അപ്പം പിന്നെ ഇവര് എന്താ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ ഏരിയയിൽ ആകെ ഉള്ള ഇനി ലെക്സോൺ മാത്രമാണ്. അതെ. അപ്പൊ പിന്നെ അവരെ കോൺടാക്ട് ചെയ്യാതിരുന്നു. അവരെ കോൺടാക്ട് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഭാഗ്യം കൊണ്ട് ഇതെല്ലാം വീടിനടുത്ത് തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയാ അടുത്തൊരു സർവീസിന്റെ സമയത്തേക്ക് പോവാം. അപ്പോൾ ഒരു ബിലോ 40 ഇപ്പൊ എന്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഞാൻ നെടുമുടിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഒരു ദിവസം ഒരു 50 കിലോമീറ്റർ 52 കിലോമീറ്റർ യാത്ര ചെയ്താൽ മതി. അപ്പോൾ ഞാനൊരു 3 ദിവസം കൂടുമ്പോൾ ചാർജ് ചെയ്താലും എനിക്ക് അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. ഞാനൊരു 42,500 അല്ല 45 സർവീസിന്റെ സമയത്ത് എനിക്കിത് കൊണ്ട് കാണിച്ചാൽ മതിയല്ലോ എന്നുള്ളൊരു ധാരണയിലാണ് ഇരുന്നത്. അതെ. മാക്സ് ആണ് കൂടുതൽ റേഞ്ച് കിട്ടുന്നുണ്ട്. അപ്പൊ എനിക്കത് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. കാരണം ഞാൻ ലോങ് ഒന്നും പോകുന്നില്ല. അപ്പം എനിക്കൊരു 55 കിലോമീറ്റർ പരമാവധി ഉള്ള യാത്രകൾ മാത്രമേ ഉള്ളൂ. എനിക്ക് പിറ്റേ 2 ദിവസം കൂടുമ്പോൾ കുത്തിയിട്ടാലും പ്രശ്നം ഉണ്ടാകുന്നില്ലായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ ഒരു 36 പോയി കാണിച്ചപ്പോഴത്തേനുമാണ് എനിക്കൊരു പ്രശ്നം തോന്നി തുടങ്ങിയത്. കാരണം ഇത് അങ്ങനെ മുന്നോട്ടേക്ക് പോയാൽ ഞാൻ ആഴ്ചയിൽ ഒന്ന് ചാർജ് കൊണ്ടിരുന്നത് 3 ദിവസമായി. അങ്ങനെ അതിന് ഡ്യൂറേഷൻ കുറയുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അപ്പോൾ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ വഴി പെട്ടുപോലോ ഫാമിലിയായിട്ട് പോകുമ്പോൾ എന്നുള്ള ധാരണ ഉണ്ടായിട്ട് അങ്ങനെ ഞാൻ നമ്മുടെ ഒരു സുഹൃത്തുമായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുന്നതാണ് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ എന്താ പറയുക അവരുടെ വണ്ടിക്ക് ഇതുപോലെ വിഷയം ഉണ്ടായിരുന്നു, അങ്ങനെ ട്രിവാൻഡ്രം മോട്ടോഴ്സിൽ പോയി അവർ മാറി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ആ സുഹൃത്ത് മുഖേന ഞാൻ പിന്നെ നേരെ ട്രിവാൻഡ്രം മോട്ടോഴ്സിലേക്ക് പോയി വണ്ടി കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഈ ബാറ്ററിയുടെ ഇഷ്യൂ എത്ര നാളായിട്ടുണ്ട്? ബാറ്ററിയുടെ ഇഷ്യൂ ശരിക്കും പറഞ്ഞാൽ 1 വർഷത്തോളമായിട്ടുണ്ട്.
1 വർഷത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 സർവീസ് സെന്ററിൽ കാണിച്ചിട്ടും രക്ഷയൊന്നുമില്ല. 2 സർവീസ് സെന്റർ MK അന്നേരത്തിനും പൂട്ടിപ്പോയി. അവര് ശരിക്കും ടെക്നീഷ്യൻസിന് അതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ലക്ഷന് കൊടുത്തപ്പോഴത്തേനും 20 ദിവസത്തോളം വണ്ടി കിടക്കും. അതെ, കൺഫേം ചെയ്യേണ്ടതാണ് അവർ. കോമ്പൻസേഷൻ ഒന്നും തന്നില്ല. അപ്പൊ പിന്നീടാണ് ഞാൻ അതിനെക്കുറിച്ചൊന്നുള്ള ധാരണ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നീട് ഞാൻ വേറെ വണ്ടി തന്നിട്ടില്ല. അപ്പോൾ പിന്നീടുള്ള പല എന്താ പറയാ യൂട്യൂബിനകത്തൊക്കെ പല വീഡിയോസൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത് അവർ കോമ്പൻസേഷൻ തരേണ്ടതാണ്, അല്ലെങ്കിൽ വണ്ടി തരേണ്ടതാണ് എന്നൊക്കെ ഉള്ള ഒരു അടിസ്ഥാന വിവരം നമുക്ക് ഉണ്ടാകുന്നതിന് ശേഷമുള്ള ഒരു സമയത്താണ്. പക്ഷേ അപ്പോഴേക്കും നമുക്ക് പൂട്ടിപ്പോവുകയും ചെയ്തു. പിന്നെ ട്രിവാൻഡ്രം മോട്ടോഴ്സിൽ ചെന്ന് അവർ നല്ല ഡീലിങ്സ് ആയിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. കറക്റ്റ് സമയത്ത് അവർ എന്നോട് പറഞ്ഞു ഒരു 6 ദിവസത്തിനകം വണ്ടി നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു. കറക്റ്റ് 6 ദിവസം തന്നെ അവർ വണ്ടി നമുക്ക് തരികയും ചെയ്തു. ചാർജർ എല്ലാം മാറി അവർ തന്നു. ഇപ്പം വളരെ കംഫർട്ടബിൾ ആണ്. എന്താ പറയുക, എനിക്ക് പഴയ ആ ഒരു രീതി തന്നെ ആഴ്ചയിൽ 1 ദിവസം ചാർജ് ചെയ്താൽ മതി, കുഴപ്പമില്ലാതെ പോകുന്നു. ഓക്കെ. അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലിംബ് മോഡ് വന്നപ്പോഴത്തേക്ക് വിഷമം തോന്നിയില്ലേ? പിന്നെ ഇല്ലേ, കാരണം ഞാൻ വണ്ടി എടുക്കുമ്പോൾ 19 ലക്ഷം രൂപ കൊടുത്തെടുത്ത വണ്ടിയാണ്. അപ്പോ ഒന്നാമത്തെ കാര്യം, പലരും പല അഭിപ്രായങ്ങൾ പറയുമല്ലോ. എന്താ പറയാ, ടെക്നോളജി അഡ്വാൻസ് ആയി വരുന്നതേ ഉള്ളൂ, അപ്പം കാണിക്കുന്നത് മണ്ടത്തരമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരു ഇന്നോവേഷൻ വരുമ്പം അതിന്റെ ഭാഗമാകുക ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും എന്താ പറയാ, ഒരു മാസം 2000 കിലോമീറ്ററിനടുത്ത് എനിക്ക് യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ, ഞാൻ എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഹോണ്ട സിറ്റി ആയിരുന്നു, അതിനൊക്കെ ഒരു 23,000 രൂപ ആ ഒരു റേഞ്ചിൽ എന്ത് ചെയ്യുക പെട്രോൾ അടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അപ്പോൾ ആണ് ഞാൻ ഓർത്തത് എന്തുകൊണ്ട് എന്നാൽ പിന്നെ ഒരു EV മാറിക്കൂടാ. അങ്ങനെയാണ് EV എടുത്തത്. പക്ഷേ ഇങ്ങനെയുള്ള ടെക്നിക്കൽ ഇഷ്യൂസ് ഒന്നും ആ ഒരു സമയത്ത് നമ്മൾ വീഡിയോയിലൊന്നും കാണാറില്ലായിരുന്നു വണ്ടി എടുക്കുന്ന സമയത്ത്. പക്ഷേ വണ്ടി എടുത്ത് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ, ഞാൻ നേരത്തെ ഒരു സ്വിഫ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, ഹോണ്ട സിറ്റി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 വണ്ടിയും ഒരു തവണ പോലും ലിഫ്റ്റ് ചെയ്ത് പോന്നിട്ടില്ല, വഴി കിടത്തിയിട്ടില്ല. അപ്പോൾ ഇത്രയും വില കൊടുത്ത ഒരു വണ്ടി മേടിച്ച് 1 വർഷം ആയപ്പോൾ തന്നെ വഴി കിടക്കുന്ന ഞാൻ ശരിക്കും പെട്ടുപോയി. കാരണം ഫാമിലിയിലൊക്കെ ഇത്രയും എമൗണ്ട് കൊടുക്കുന്നല്ലേ. അല്ലെന്നേ, ഞാൻ ഇവരുടെ ഒരു എന്താ പറയാ ഒരു നിഷ്ക്രിയത്വം ഞാൻ അന്നേരം മനസ്സിലാക്കുന്നത്. കാരണം വണ്ടി രാവിലെ 10:15 ആയപ്പോഴത്തേനും ലിംബോ ആയിട്ട് ക്രിട്ടിക്കൽ സ്റ്റേജിൽ ആയത് വണ്ടി. ഈ വണ്ടി ലിഫ്റ്റ് ഓഫായി പോയി. വണ്ടി ഇവിടുന്ന് കൊണ്ടുപോകുന്ന എത്ര മണിക്കാണെന്നറിയോ? വൈകുന്നേരം 9:15 ആയപ്പോഴാണ്. മനസ്സിലായി. ഞാൻ ഇവരെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു. ഇവരെ വിളിച്ച് ഒരു 100 പ്രാവശ്യം വിളിച്ചിട്ടാണ് ഇവരുന്ന് കോൾ അറ്റൻഡ് ചെയ്യുന്നു. കോൾ അറ്റൻഡ് ചെയ്തതിനു ശേഷം വണ്ടി അറേഞ്ച് തന്നായിരുന്നു നമുക്ക് പോകാൻ വേണ്ടി. അവരെന്നോട് വണ്ടി അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ വീടിനടുത്തായതുകൊണ്ട് ഞാൻ പറഞ്ഞു തൽക്കാലം അത് വേണ്ട, പക്ഷെ നിങ്ങൾ വണ്ടി ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു പറഞ്ഞു. അപ്പോൾ എന്ന് വേണ്ട അവർക്ക് ഫോൺ കട്ട് ചെയ്യും. അതിനുശേഷം ഇവർ പറയും ഒരു 10 മിനിറ്റ് ആണ് തിരിച്ച് വിളിക്കാമെന്ന് പറയും. 10 മിനിറ്റ് ആയിട്ട് വിളിക്കത്തില്ല. അപ്പോൾ ഞാനൊരു 15 മിനിറ്റ് ആകുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കും. അപ്പോൾ സർ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യും. വീണ്ടും ഇത് തന്നെ ഇങ്ങനെ കളിച്ച് അവസാനം വന്നപ്പോഴും എന്താ പറയുക 9 മണിക്ക് ശേഷം 9:15 ആയപ്പോഴത്തേനാണ് വണ്ടി ലിഫ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പം ഞാൻ ഓർക്കുകയായിരുന്നു, നമ്മളിപ്പോൾ അറിയത്തും കേൾക്കത്തും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു ഫാമിലി ആയിട്ട് ഇങ്ങനെ പോയി ഒരു എന്താ പറയുക ഒരു വലിയ ആൾപ്പാർപ്പൊന്നും ഇല്ലാത്ത ഒരു പ്രദേശത്തെങ്ങാനും ആണ് നമ്മൾ ഈ പെട്ടുപോയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെന്ന് ആലോചിച്ചു. പ്രത്യേകിച്ച് നൈറ്റിലാണ് എന്ത് ചെയ്യുന്നത്. ഈ ഒരു 24/7 ആണ് സർവീസ് എന്നാ പറയുന്നത്. പറച്ചിലൊക്കെയാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ കണ്ടത് രാവിലെ 10:15 എന്താ പറയാ വണ്ടി ലിഫ്റ്റ് ചെയ്യേണ്ട വണ്ടി നമ്മൾ കസ്റ്റമർ കെയർ വിളിച്ച് റിപ്പോർട്ട് ചെയ്തതിനു ശേഷം എത്ര മണിയാണ് വൈകുന്നേരം വരെയുള്ള സമയമാണ്. അത്രയും സമയം ഞാൻ പോസ്റ്റായി പോയി. വണ്ടി ഇട്ടിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അടുത്ത് തന്നെയാണ്. ഞാൻ നമ്മുടെ സുഹൃത്തിനെ വിളിച്ച് പെട്ടെന്ന് അവൻ കാറുമായിട്ട് വന്ന് ഞാൻ അത്യാവശ്യം പുറത്തേക്ക് പോയി ഭക്ഷണം കഴിച്ചുമൊക്കെ തിരിച്ചു വന്നു. അല്ലാത്തൊരു സ്ഥലത്താണ് എന്ത് ചെയ്യാൻ പെട്ടുപോകത്തില്ലേ. 9:15 ആയി രാത്രി. അത് ഏറ്റുമാനൂരിൽ കണ്ടൊരു റിക്കവറി വാൻ വന്ന് അതിൽ കയറ്റി ഇവർ കൊണ്ടുപോയി. ഇവരെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് യാതൊരു ഐഡിയ ഇല്ല. പിന്നെ MKയിൽ നമ്മുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അവനെ വിളിച്ച് ഞാൻ ചോദിച്ചപ്പോൾ വണ്ടി അവിടെ സേഫായിട്ട് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ വണ്ടിയുടെ ഫോട്ടോയും റിക്കവറി വാൻ്റെ ഫോട്ടോയും എല്ലാം എടുത്ത് ഡ്രൈവറിൻ്റെ ഫോൺ നമ്പറും എല്ലാം സേവ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് വണ്ടി കൊടുത്തു വിട്ടത്. അപ്പോൾ അതൊരു എന്താ പറയുക വളരെ മോശം ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ആ ഒരു സമയത്തുണ്ടായത്. അപ്പം ഞാൻ മാനസികമായിട്ട് അങ്ങ് തകർന്നു പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും പൈസ കൊടുത്തൊരു വണ്ടി എടുത്ത് 1 വർഷം ആയപ്പോഴത്തേനും എന്താ പറയുക ഈ ലിംബ് മോഡെന്ന് പറഞ്ഞ സാധനം വന്ന് ക്രിട്ടിക്കൽ എന്താ പറയുക SV സിസ്റ്റം ഫോൾട്ട് എന്ന് പറയുകയാണെങ്കിൽ ക്രിട്ടിക്കൽ ലിഫ്റ്റ് ചെയ്തുകൊണ്ട് പോവുക. രാവിലെ നമ്മൾ നരകയാതനാണ് പോയി. രാവിലെ ആയ വണ്ടി വൈകുന്നേരം 9:15 എടുത്തുകൊണ്ട് പോവുക. ഫാമിലി എടുക്കുന്ന നമ്മൾ എന്ത് പറയും. അപ്പോൾ ആളുകളൊക്കെ ചോദിക്കാൻ തുടങ്ങി, വണ്ടി വഴി കിടന്നില്ലേ, പെട്ടുപോയില്ലേ, അന്നേരം ഞാൻ പറഞ്ഞല്ലേ പുച്ഛഭാവത്തിലുള്ള സംസാരങ്ങളൊക്കെ ആയി. വണ്ടി ആദ്യമായിട്ട് എടുത്ത പലർക്കും എന്തിനാണ് എടുത്തത്,
ഇത്രയും വില കൊടുത്തെടുത്ത് ബാറ്ററി അങ്ങനെയുള്ള ഒത്തിരി എന്താ പറയാ അറിവില്ലായ്മ കൊണ്ട് പലരും കളിയാക്കി. ഞാനും അതിന്റെ ഒരു വ്യക്തി. അപ്പൊ ആ സാധനത്ത് വഴിയിലും കൂടി കിടക്കുമ്പോൾ നാട്ടുകാർ പറയും അവന്റെ കാശിന്റെ നെകളിപ്പ് കൊണ്ട് എടുത്തതാണ്, അനുഭവിക്കട്ടെ. ഇത് കാണാൻ തന്നെ ആളുകൾ വരുന്നു. ഏതാ ഈ വണ്ടി വഴി കിടക്കുന്നത് കാണാൻ ലിഫ്റ്റ് ചെയ്തുകൊണ്ട് പോവാ. അപ്പം ആളുകൾ വണ്ടി നമ്മൾ വഴി കിടക്കുമ്പോൾ ആളുകൾ കാണുന്നു, അറിയുന്നു, പെട്ടെന്ന് കാര്യങ്ങൾ നമ്മളെ സുഹൃത്ത് വലയങ്ങൾക്കകത്തെല്ലാം വീഴുന്നു. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയാ നമ്മളൊരു ഫുള്ളൊരു നെഗറ്റീവ് അടിച്ചൊരു ദിവസമായിരുന്നു. ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ വണ്ടി 10-20 ദിവസം കഴിഞ്ഞ് തിരിച്ചു കിട്ടി. തിരിച്ചു കിട്ടിയപ്പോഴത്തേക്ക് ആ പ്രശ്നങ്ങൾ മാറിയായിരുന്നു. മീൻസ് അപ്പൊ അവർ പറഞ്ഞ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞ് തന്നു. ഓക്കെ. പിന്നെ എത്ര നാളാണ് പ്രശ്നമില്ലാതെ ഇത് ഓടി? ഒരു 3-4 മാസം. അതായത് പക്ഷെ ആ 3-4 മാസം നമ്മൾ 30 വരെ കൊണ്ടുവന്ന് കാണത്തില്ലായിരിക്കും. ഇല്ല, ഞാൻ 18-19 വരെ കൊണ്ടുവരും. ഏതാ അധികം താഴേക്ക് പോകത്തില്ല. ഒരു 18-19-20 അതിലേക്ക് കൊണ്ടുവന്നിട്ട് 100 ചാർജ് ചെയ്യും. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞൊരു 3-4 മാസം കഴിഞ്ഞ് എത്രയിലായപ്പോഴല്ലേ മൂഡ് പിന്നെയും കാണിച്ചത്? 21-22 കാണിച്ചു. അപ്പൊ MK വിളിക്കാൻ അവരപ്പോ കൂട്ടിപ്പോയി. MK ഞാൻ മഹേഷ് എന്ന് പറയുന്ന നമ്മളൊരു സുഹൃത്തുണ്ട്, അത് വിളിച്ചപ്പോഴത്തേനും അവർ പറഞ്ഞു ഒന്ന് സ്ലോ ചാർജ് ചെയ്ത് നോക്ക്, വീടിനടുത്താണെങ്കിൽ കയറിയിട്ട് സ്ലോ ചാർജ് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സ്ലോ ചാർജ് ചെയ്തു. അതിനുശേഷം 100 ആയി, എടുത്ത വണ്ടി കുഴപ്പമില്ല. മനസ്സിലായി. അപ്പൊ ഞാനും കംഫർട്ടബിൾ ആയി. അപ്പൊ ഞാൻ പിന്നെ അതിനുശേഷം 22 താഴേക്ക് കൊണ്ടുപോകാതിരിക്കാൻ ശ്രമിച്ചു. പിന്നെ അങ്ങനെ കയറി കയറി പോ. പിന്നെ അവസാനമായപ്പോഴത്തേനും 40 താഴേക്ക് പോകാൻ മേലാത്ത അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമ്മള് ലാസ്റ്റ് ആയിട്ട് സർവീസ് ചെയ്തത് ലക്ഷണലാന്നാ പറഞ്ഞത്. അതെ അതെ. ഓക്കെ. അപ്പൊ അവര് കുഴപ്പമില്ലാന്ന് പറഞ്ഞ് അവരും തന്നു വിട്ടു. അവരും തന്നു വിട്ടു. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഈ പ്രശ്നം വന്നപ്പോ അവരെ കോൺടാക്ട് ചെയ്യാൻ മേലായിരുന്നോ? അവരെ കോൺടാക്ട് ചെയ്യുന്ന വെച്ചാൽ, കാരണം ഞാൻ എൻ്റെ സുഹൃത്തിനെ കണ്ടപ്പോഴത്തേനും അവനത് വളരെ കംഫർട്ടബിൾ ആയിട്ട് ട്രിവാൻഡ്രം മോട്ടോഴ്സിൽ നിന്ന് അത് ക്ലിയർ ചെയ്തെന്ന് പറഞ്ഞു. പിന്നെ ഞാനൊരു ഓപ്ഷൻ വെക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഞാൻ വെറുതെ അവിടെ എവിടെയും പോകേണ്ട കാര്യമില്ല. എനിക്ക് ആ പ്രശ്നം പരിഹരിക്കപ്പെടാൻ സാധ്യത ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ അത് ചെയ്യുന്നതായിരിക്കുമല്ലോ നല്ലത്. പിന്നെ നമ്മൾ അവിടെ ചെന്ന് പിന്നെ അവരുടെ കാലം കൈയും പിടിച്ച്, അല്ലെങ്കിൽ പിന്നെ എന്താ വണ്ടി അവിടെ കൊണ്ട് 10-20 ദിവസം ലിഫ്റ്റ് അവിടെ കൊണ്ടിട്ട്, അതിലും നല്ലത് ഒരു നല്ല ഓപ്ഷൻ എനിക്ക് ട്രിവാൻഡ്രം പോകുന്നതാണെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് 2 ദിവസം മെനക്കെടല്ലേ ഉള്ളത്. സാരമില്ല, ഇപ്പൊ ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മുടെ ചാർജർ മാറി കിട്ടുന്നതാണ്. അത് വലിയ ടെൻഷനായിരുന്നു. കാരണം നമ്മൾ ഞാൻ ഇടയ്ക്ക് വന്ന് ഓൺ ചെയ്യും, അപ്പോൾ എന്താ പറയുക, ഈ ചുമല ലൈറ്റ് ഇങ്ങനെ കത്തും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും എന്തൊരു ഇഷ്യൂ വെച്ചപ്പോൾ ഒന്ന് ഓഫ് ചെയ്യും. അപ്പോൾ ഇതിന്റെ പുറകെ നടക്കാൻ നമുക്ക് സമയമുള്ളായിരുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു വിഷയമെല്ലാം മാറി. ഇപ്പം വളരെ കംഫർട്ടബിൾ ആയിട്ട് വണ്ടി ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം ടെൻഷൻ ഇല്ല. പേടി മാറി. ഇനിയും ബാറ്ററി കംപ്ലൈന്റ് വന്നാലും കൊണ്ട് മാറാവില്ല. അതെ, എനിക്ക് 20% താഴേക്ക് പോകുമ്പോൾ ചെറിയ ടെൻഷൻ ഉണ്ട്. കാരണം ഇത് എപ്പോഴും ഇത് പണി നടക്കുന്ന അറിയത്തില്ല. അതെ അതെ അതെ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഓണത്തിന്റെ അവധി വരുന്ന സമയത്ത് നമ്മൾ വീട്ടിലുണ്ടാവുന്ന സമയത്ത് ഒരു ഡ്രെയിൻ ചെയ്യിക്കുന്നതാണ് നല്ലത്. ബോർഡ് കാണിക്കുവാണെങ്കിൽ നമുക്ക് ഇതിനൊക്കെ ബാറ്ററിക്ക് കംപ്ലൈന്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പം ആലോചിക്കുന്ന വേറൊരു കാര്യത്തെ കുറിച്ചാണ്. നമ്മളിപ്പം 8 വർഷം വരെ ഒരു ബാറ്ററി വാറണ്ടി ഉണ്ട്. ഈ 8 വർഷം ബാറ്ററി വാറണ്ടി തീർന്നു എന്ന് കരുതാം. സപ്പോസ് തീർന്നതിന് ശേഷം ഈ ലിംബ് മോഡൽ 20, 26, 30, 32 അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബാറ്ററി മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പം പിന്നെ എന്താണ് ഇതിന്റെ ഒരു യൂസിനകത്തൊരു സെക്യൂരിറ്റി എന്നുള്ളത് ഞാൻ ആലോചിച്ച് നോക്കാറുണ്ട്. എനിക്ക് ഇപ്പൊ ഓതന്റിക്കായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. പലരും പറഞ്ഞുള്ള അറിവെന്ന് പറയുന്നത്, ഇപ്പൊ ഈ ഇതിന്റെ ബാറ്ററി പാക്ക് പല പല സെല്ലുകളാണ്. അപ്പൊ അതിലിപ്പം മൊത്തം സെല്ലും കൂടെ അടിച്ചു പോവില്ലല്ലോ, ഏതാനും കുറച്ച് സെല്ലുകളെ പോകത്തുള്ളൂ. ആ സെല്ല് മാറിയാൽ മതിയാവും എന്നുള്ളൊരു അറിവാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇപ്പം ഇവർക്കും അത് ചെയ്താൽ മതി. ഇവര് നേരെ ഇത് പ്ലാന്റിലോട്ടോ മറ്റോ ഇട്ട് വെച്ചിട്ട്, ബാംഗ്ലൂരോ മറ്റോ ആണ്, അവിടെ ചെന്നിട്ട് അവരും പകരം ഒരു ബാറ്ററി അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ നമ്മുടെ ഈ ചെല്ലുന്ന ബാറ്ററിയുടെ കേടായ ഭാഗം മാറ്റി പുതിയ സെല്ല് അതിന്റെ അകത്തോട്ട് അറ്റാച്ച് ചെയ്തിട്ട് വേറെ ആർക്കെങ്കിലും കംപ്ലൈന്റ് വരുമ്പോൾ ഈ പഴയ സെല്ല് തന്നെയാണ് കൊടുക്കുന്നു എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അറിവ്. ഇപ്പം കുറച്ചുനാളോട് കഴിയുമ്പോൾ അത് ചിലപ്പോൾ കേരളത്തിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ വളരെ ഇങ്ങനെ ഒരു പ്രശ്നം വാറണ്ടി പീരീഡ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിഷയം വന്നാൽ നമുക്ക് ചെറിയ ചെലവിൽ മാറ്റിയെടുക്കാൻ പറ്റിയേക്കുമെന്നാണ് പലരും പറയുന്നത്. നമുക്കിപ്പോൾ ആർക്കും ഇങ്ങനെ ഒരു അനുഭവം ഇപ്പൊ ആരുടെയും 160 കഴിഞ്ഞ് പ്രശ്നം ആയവരില്ല നമ്മുടെ അറിവിൽ, 8 വർഷം കഴിഞ്ഞവരും ഇല്ല. അതുകൊണ്ട് നമുക്കിപ്പോ അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. എങ്കിലും ഇങ്ങനെ ആയിരിക്കുമെന്നാണ് പലരും പറയുന്ന ഒരു. ഇപ്പൊ 2 വർഷമായി, ഇപ്പൊ 6 വർഷത്തെ സമയമുണ്ട് നമുക്ക് ബാറ്ററിയുടെ കാര്യത്തിൽ മാറാനൊക്കെ. പറ്റത്തില്ല, ചിലപ്പോൾ അതിന് മുമ്പ് വണ്ടി ഓടി 1,60,000 കഴിയും. അത് തന്നെ ശരിയാ. ഓടി 1,60,000 കഴിഞ്ഞ പിന്നെ നമുക്ക് അതിന്റെ വാറണ്ടി ടൈം കഴിയുമല്ലോ. അപ്പൊ അതിന് ടെൻഷൻ മാറി. ഇപ്പം ടെൻഷനൊന്നുമില്ല. കാരണം ഇപ്പം നിലവിലത്തെ അവസ്ഥ 9 മാസം ശരിക്കും നന്നായിട്ട് എന്താ പറയാ ടെൻഷനായിരുന്നു. കാരണം ഞാൻ ഒരു പ്രാവശ്യം ഞാൻ കോഴിക്കോട് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും ഇതുപോലെ നൈറ്റ് വന്നിട്ട് ഞാൻ ഇടയ്ക്കൊന്ന് ചാർജ് ചെയ്യണ്ട എന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഒരു നമ്മളൊരു കണക്കുണ്ടല്ലോ, അപ്രോക്സിമേറ്റ് എത്തുന്ന ഒരു സമയമുണ്ടല്ലോ.
ആ ഒരു സമയം വെച്ച് ഞാൻ ഓടി വന്നപ്പോഴത്തേനും അന്ന് ഇതുപോലെയാണ് 21 ഇതുപോലെ ലിംബായിട്ട് അപ്പം എന്തായാലും ഈശ്വരാനുഗ്രഹത്തിന് വീടിനടുത്ത് തന്നെയായിരുന്നു. നേരെ ഒന്ന് ഓടിച്ച് കയറ്റാണ് ചെയ്തത് വീട്ടിൽ. അങ്ങനെ അവിടെ വീട്ടിൽ നിന്ന് സ്ലോ ചാർജ് ചെയ്ത് പിന്നെ അന്നേരം കുഴപ്പമില്ല. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇത്രയും നമ്മൾ 2 സർവീസ് സെന്ററിൽ കൊടുക്കും, അവർ പ്രശ്നമില്ലാന്ന് പറഞ്ഞ് തന്നു. എന്നിട്ടും ഈ പ്രശ്നം വരുമ്പോൾ സാധാരണ ഒരു കസ്റ്റമറാണ് ചെയ്യുന്നത്, നമുക്ക് അവിടെ ചെന്ന് ഇച്ചിരി ചൂടാവും, കുറച്ച് വീഡിയോ ഒക്കെ ചെയ്ത് ആരെങ്കിലും ഒക്കെ വിളിച്ച് വീഡിയോ ചെയ്യും. അതൊന്നും ചെയ്യാതിരുന്നത് എന്താ? ഇല്ല, നമ്മൾ അങ്ങനെ വെറുതെ അങ്ങനെ ഒരു അതിന്റെ ആവശ്യമില്ലല്ലോ. ഇപ്പൊ എനിക്കിപ്പം ലെക്സണിൽ നമ്മൾ ചെന്നതിന് ശേഷം എന്താ പറയുക, അടുത്ത സർവീസിന്റെ ഒരു ഓപ്ഷൻ ആവുന്ന സമയത്ത് ഞാൻ ആ സുഹൃത്തിനെ കണ്ട് ട്രിവാൻഡ്രം മോട്ടോഴ്സ് ചെന്നു. അവിടെ നമുക്ക് ഒരു എന്താ പറയുക, ഒരു ബെറ്റർ ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം അവർ ഒരുക്കി തരുന്നില്ല എങ്കിൽ മാത്രം നമ്മൾ അതിനെ കുറിച്ച് ആലോചിച്ചാൽ മതിയല്ലോ. അല്ല, ഓൾറെഡി ഇപ്പൊ നമ്മൾ 2 ചെയ്തായിരുന്നു. അതെ. ഓക്കെ. അപ്പൊ അവസാനം റീസെന്റ്ലി ഏറ്റവും ലാസ്റ്റ് ആയിട്ട് പോയി ചെയ്തത് ലെക്സണിലാണ്. അപ്പൊ അവരും കംപ്ലൈന്റ് ഇല്ലാന്ന് പറഞ്ഞ് തന്ന് എനിക്കൊന്ന് 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് പിന്നെയും കംപ്ലൈന്റ് കാണിച്ചത്. അപ്പൊ അവരെ എനിക്ക് തോന്നുന്നത് ഞാൻ ഇതുപോലെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവര് വണ്ടി അപ്ഡേഷൻ ചെയ്തപ്പോഴത്തേനും പറഞ്ഞു മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞതാണ്. പക്ഷെ ഈ ബാറ്ററിയുടെ അപ്ഡേഷൻ അവർ ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് ടൈം എടുക്കുമായിരുന്നു എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെ ഒരു ടൈം അവർ എടുത്തിട്ടില്ല. തോന്നുന്നില്ല, കാരണം എന്റെ വണ്ടിക്ക് സെയിം കംപ്ലൈന്റ് ഉണ്ട്. ഞാനും ട്രിവാൻഡ്രം മോട്ടോഴ്സിലാണ് കാണിച്ചത്. അപ്പം കാണിച്ചപ്പോഴത്തേക്ക് ഞാൻ അവിടെ ചെല്ലുന്ന ഇവിടുന്ന് രാവിലെ ഓടി ഒരു 9:10 ആയപ്പോൾ അവിടെ ചെന്നു. അപ്പൊ എനിക്ക് എന്റെ വണ്ടിയും ചാർജ് കിടപ്പുണ്ടായിരുന്നു. അവർ ഓടിച്ചു, ചാർജ് കുറച്ച് കാണിച്ചപ്പം എന്നെ ഒരു 9% എത്തിയപ്പോൾ ലിംബോർഡ് കാണിച്ചു എന്ന് ടെക്നീഷ്യൻ വിളിച്ചു പറഞ്ഞു. അപ്പൊ ലിംബോർഡ് കാണിച്ചു, വണ്ടി ഓഫ് ആയിട്ടുണ്ട്, ഇനി അത് ടോ ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ ഇച്ചിരി അങ്ങോട്ട് മാറി ഇങ്ങനെയാണ് ടോ ചെയ്ത് കൊണ്ടുവന്നിട്ട് ബാറ്ററിയുടെ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു ബാറ്ററി ചെക്ക് ചെയ്തു, കംപ്ലൈന്റ് ആണ്, മാറുവാന്ന് പറഞ്ഞു. ശരി, പക്ഷെ അങ്ങനൊന്നും അവിടെ ഉണ്ടായില്ല കേട്ടോ. അതൊക്കെ എനിക്കൊരു 4 മണിക്കൂറിനുള്ളിൽ സംഭവിച്ചു. ഇത് അങ്ങനെ ഉണ്ടായില്ല. നമ്മളവിടെ ഈ ഒരു ഇഷ്യൂ പ്രസന്റ് ചെയ്താണ്. ഇനി അവരത് സീരിയസ് ആയിട്ട് എടുത്തോ, ഇനിയിപ്പോൾ അത് അവരുടെ ടെക്നീഷ്യൻസ് ആ ഒരു ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്തോന്ന് തന്നെ എനിക്കറിയില്ല. വൈകുന്നേരം എൻ്റെ വണ്ടി തരുമ്പോഴത്തേനും പറഞ്ഞത് അപ്ഡേഷൻ എല്ലാം കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ല, വാഷിംഗ് മാത്രമേ ഇനിയും പ്രശ്നമുള്ളൂ, സാർ വെയിറ്റ് ചെയ്യ്, വാഷിംഗ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് ഓക്കെ ആയി എന്നുള്ളൊരു ധാരണയിലാണ്. അപ്പം ഇത്രയും ദിവസം എടുക്കുമെന്നൊന്നും നമുക്കതിനെ കുറിച്ച് ധാരണയില്ലല്ലോ. അപ്പൊ അതിനുശേഷം പിന്നീട് ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേനാണ് വീണ്ടും ഇത് ഇങ്ങനെ കാണിക്കാൻ തുടങ്ങിയത്. അപ്പൊ പിന്നെ നമ്മള് ആദ്യം വണ്ടി എടുത്തതും MK-ന്ന് സർവീസിന് പോയിക്കൊണ്ടിരുന്ന MK-ലാണ്. അവരോടൊന്നും പറയാത്ത അവസ്ഥയായി. അവര് പൂട്ടിപ്പോയില്ലേ. അവര് പൂട്ടിപ്പോയി. നമ്മള് ലെക്സണിൽ പോയി ആദ്യത്തെ ഒരു പ്രാവശ്യം ചെന്നതേ ഉള്ളൂ. അപ്പൊ നമ്മള് എന്താ പറയാ, അവിടെ നേരത്തെ നമ്മൾ ബുക്ക് ചെയ്ത് രാവിലെ ചെന്നപ്പോൾ നമുക്ക് അവരുമായിട്ട് ഒരു കോണ്ടാക്റ്റും അവരുമായിട്ടില്ല, പരിചയമില്ല ആരും. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേനും ഞാനവിടെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടി തിരിച്ചു വന്നു. പക്ഷേ നമ്മുടെ ആ സുഹൃത്ത് ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ ആ സുഹൃത്ത് മുഖേന ട്രിവാൻഡ്രം മോട്ടോഴ്സിൽ പോയി അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ അവനൊരു പരിചയം ഉണ്ടായിരുന്നല്ലോ, ആ ഒരു പരിചയമൊക്കെ വെച്ച് അവൻ സംസാരിച്ചു. അങ്ങനെ ഞാൻ അവരോട് സംസാരിച്ച് പക്ഷെ അവരത് ക്ലിയർ ചെയ്തു തന്നു. അപ്പോൾ ഞാൻ ഹാപ്പിയായി. പിന്നെ നമ്മൾ ലെക്സണ്ടറുടെ മെക്കിട്ടുകാരുടെ കാര്യമില്ലല്ലോ, കാര്യങ്ങൾ കഴിഞ്ഞില്ല, നമ്മളെ കാര്യങ്ങൾ കഴിഞ്ഞു. അങ്ങനെ കുഴപ്പമില്ല, ഹാപ്പിയാണ്. ടെൻഷൻ അടിച്ച് ഇനി ഇത് വണ്ടിയുടെ കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആണോ? വണ്ടി നല്ല വണ്ടിയാണ്, നല്ല ഡ്രൈവിംഗ് കംഫർട്ടാണ്. നമുക്ക് എന്താ പറയുക, സാമ്പത്തികമായിട്ട് നോക്കിയാലും വളരെ മെച്ചമുണ്ട്. മറ്റേത് നേരത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ വണ്ടിയുണ്ട്, പക്ഷേ ഈ വണ്ടി നമുക്ക് ഒരു തരത്തിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. എൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഹോണ്ട സിറ്റിയാണ്. എനിക്ക് ഇവിടുന്ന് പേപ്പർ വാല്യൂഷനൊക്കെ ചേർത്തലല്ല. അപ്പോൾ ഞാൻ ചേർത്തല പോയിട്ട് തിരിച്ചു വരുമ്പം ഏതാണ്ട് 104-105 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഈ 105 കിലോമീറ്റർ ഈ ഹോണ്ട സിറ്റി ഓടിച്ചിട്ട് പോയാൽ എത്ര രൂപ വണ്ടിക്കൂലി, മീൻസ് പെട്രോൾ അടിക്കണമെന്ന് ആലോചിക്കുക. ഒരു 1000 രൂപ എടുത്ത് പെട്രോൾ ആവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എൻ്റെ ബൈക്കിൽ അന്ന് മഴയുള്ള സമയത്ത് എന്ത് ചെയ്യും, റെയിൻ കോട്ടും ഒക്കെ ഇട്ട് പകുതി നനഞ്ഞ് ഈ റിസ്ക് എടുത്ത് എന്ത് ചെയ്യും, ബൈക്കും എടുത്തുകൊണ്ടാണ് പോവുക. കാരണം ബൈക്കിൽ 10, 100, 150 രൂപ പെട്രോൾ അടിക്കുമ്പോൾ ഓട്ടി വരുന്ന സ്ഥലത്ത് ഹോണ്ട സിറ്റി ആണെങ്കിൽ 1000 രൂപ എടുത്ത് പെട്രോൾ ആവും. അപ്പോൾ കാറുണ്ടോ എന്ന് ചോദിച്ചാൽ കാറുണ്ട്, പക്ഷെ നമുക്ക് ഈ കാർ ഒരു തരത്തിലും എന്താ പറയുക അങ്ങനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ വണ്ടി എടുത്തതിന് ശേഷം എനിക്ക് എൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ഓട്ടങ്ങളും ഇതിൽ നീങ്ങും. അപ്പോൾ എനിക്ക് വലിയ സാമ്പത്തിക ബാധ്യത അതിനകത്ത് ഉണ്ടാകുന്നില്ല. ശരിക്കും കാർ എടുത്തു എന്ന് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്വിഫ്റ്റ് ഉണ്ടായിരുന്നു, അതിനുശേഷം ഹോണ്ട സിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴൊന്നും ഇല്ലാത്തൊരു ഫീൽ, ഒരു വണ്ടി ഒരു കാറ് സ്വന്തമായിട്ടുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഈ വണ്ടി എടുത്തതിന് ശേഷമാണ്. ഹോണ്ട സിറ്റിയുടെ വില എത്രയാണ്? ഹോണ്ട സിറ്റി അന്ന് ഞാൻ എടുക്കുമ്പോഴത്തേനും 11.5 ലക്ഷം രൂപയോളമായി. ഇത് 19.5 ആയി. 19.5 ആയി.
പക്ഷേ 8 ലക്ഷം രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ ആലോചിച്ച് നോക്കി, ഒരു ഇപ്പം തന്നെ 44,000. ഹോണ്ട സിറ്റി നെക്സോൺ രണ്ടും അതെ ഇപ്പൊ ഹോണ്ട സിറ്റി എടുക്കുന്ന ഒരാൾക്ക് ടിഗോർ എടുത്താലും മതി. അതെ അതെ അതെ. വണ്ടി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളിപ്പം വണ്ടി നമ്മുടെ കയ്യിൽ ഉണ്ട്, വണ്ടി ഓടിക്കുന്നു എന്നൊരു ഫീലിംഗ് ഉണ്ടായത് ഇപ്പോഴാണ്. ഇപ്പം നമുക്ക് മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഒന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. നമ്മളിപ്പം പരമാവധി വണ്ടി യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ചെറുതും വലുതുമായ എല്ലാ ഓട്ടത്തിനും നമ്മൾ ഈ വണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും ദൂരം പോയേക്കുന്നോടാ? ഞാൻ ഇതേലെ കന്യാകുമാരി പോയി, കൊടൈക്കനാൽ പോയി, കണ്ണൂർ പോയി, കോഴിക്കോട് പോയി, പിന്നെ ഇടുക്കി, അതുപോലെ തന്നെ കുമളി, കമ്പം എല്ലാം പോയി. അങ്ങനെ ചാർജിങ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് വരും. ഞാനിട്ട് എന്താ പറയാ, കോഴിക്കോടൊക്കെ ചെല്ലുമ്പോഴത്തേനും നമ്മൾ ഒറ്റ ചാർജിൽ കോഴിക്കോട് ഇല്ലും. അവിടെ നമ്മുടെ റിലേറ്റീവ്സിന്റെ വീടുണ്ട്, അവിടെ നിന്ന് നമ്മൾ ചാർജ് ചെയ്ത് തിരിച്ചു പോരും. ട്രിവാൻഡ്രം പോയിട്ട് വേണമെങ്കിലും എന്ത് ചെയ്യും, നമ്മൾ പോയിട്ട് തിരിച്ചു വരും, കുഴപ്പമില്ല. എയർപോർട്ട് പോകണമെങ്കിലും നമ്മൾ പോയിട്ട് മാക്സ് ആയതുകൊണ്ട് പോയിട്ട് തിരിച്ചു വരും, കംഫർട്ടബിൾ ആയിട്ട് പോയിട്ട് വരും. പിന്നെ എന്താ പറയാ, കുട്ടിക്കാനം അതെല്ലാം പോയിട്ട് തിരിച്ചു വരും, നമുക്ക് വീട്ടിൽ തിരിച്ചെത്താം, പ്രശ്നമൊന്നുമില്ല. ഇടുക്കി പോയ സമയത്ത് മാത്രം ഞാൻ ഒരു പ്രാവശ്യം കുറച്ച് ചാർജ് ചെയ്യേണ്ടി വന്നു. പക്ഷെ അതും തിരിച്ച് റീജനറേഷൻ ഉണ്ടായിരുന്നുണ്ട്. കുട്ടിക്കാനത്ത് നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴും അതെല്ലാം കുഴപ്പമില്ലാതെ വന്നു. 10% ചിലപ്പോൾ കുട്ടിക്കാനത്ത്. അതെ 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 അതെ, അത്രേ പോവുള്ളൂ. വളരെ എളുപ്പമായിട്ട് നമുക്ക് എത്താൻ പറ്റും. അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് നമുക്ക്. ഞാൻ വണ്ടി സുഖമായിട്ട് കൊണ്ടുപോകും. കുട്ടിക്കാനം ഇറങ്ങുമ്പോൾ മുണ്ടക്കെ എത്തുന്നവരൊരു നമുക്ക് 0 ഒരു 7-8% തിരിച്ചു കയറും. അതെ, തിരിച്ചു കയറും. പിന്നെ ചിലപ്പോൾ ഒരു 8% തിരിച്ചു കയറിയ പിന്നെ ഒരു 10% കൂടെ ആയാൽ, അതെ, നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ ഒരു 10% ഉണ്ട് കോട്ടയത്ത്. അതെ, ഉറപ്പായിട്ടെത്താം. അപ്പോൾ വണ്ടിയുടെ കാര്യത്തിൽ വണ്ടി 100% നമുക്ക് കംഫർട്ടാണ്. വണ്ടി ഓടിക്കുന്നതിനത് പ്രശ്നമില്ല. അത് നമുക്ക് ചാർജിങ് പോയിന്റ് ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളിപ്പോൾ ഒരു 50% ചാർജ് പോകുമ്പോൾ നമ്മൾ എങ്ങനെ കളിച്ചാലും ഒരു 160-170 കിലോമീറ്റർ ഓടും. ആ 170 കിലോമീറ്റർ ഓടുമ്പോൾ എന്തായാലും ഒരു 4-5 മണിക്കൂറാവും. അപ്പോൾ അങ്ങനെ ഒരു 4-5 മണിക്കൂർ ആകുമ്പോൾ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ളൊരു സമയമാണ്. അപ്പം നമുക്കൊരു ചായ കുടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ സ്നാക്ക് കഴിക്കുകയോ അങ്ങനെയൊക്കെ ഉള്ളൊരു സമയം കൊണ്ട് ഒരു അരമണിക്കൂർ, ഒരു 35-40 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് ഫുൾ ചാർജ് ആവുകയും ചെയ്യും. നമുക്ക് വളരെ ഈസിയായിട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. വണ്ടിയുടെ കാര്യത്തിൽ ഹാപ്പിയാണ് ഞാൻ. ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ലിംബ് മോഡിന്റെ ഒരു ഇഷ്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് മാറിക്കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഇപ്പം നിലവിലില്ല. ഞാൻ വളരെ കംഫർട്ടാണ്. അതെ, എടുത്തുകൊണ്ട് പോവുക, അത് കൃത്യമായിട്ട് സർവീസ് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. അന്ന് ഞാൻ ഓർത്തു, ഞാനിത് ജീവിതത്തിൽ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരമായി പോകലെന്ന്. കാരണം അത്രയേറെ നിറയിച്ചൊരു ദിവസമായിരുന്നു അന്ന്. കാരണം ഇത് എൻ്റെ വീടിന് അടുത്ത് തന്നെയാണ് ഇത് കിടന്നത്. അപ്പം വരുന്നവരോടും പോകുന്നവരോടും എല്ലാം ഇതിന് മറുപടി നമ്മൾ പറയണം. ഞങ്ങളുടെ ആ ഒരു പ്രദേശത്ത് എന്താ പറയുക, ഈ ഇലക്ട്രിക് വണ്ടി എടുക്കുന്ന ആളുകളുടെ എണ്ണം 1-2 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ വണ്ടി വഴി കിടക്കുന്നു, നമ്മളതിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങി കിടക്കുന്നു. അപ്പോൾ ഈ വരുന്നവരോടും പോകുന്നവരോടും നമ്മൾ മറുപടി പറയണം. വൈകുന്നേരമായിട്ടും കൊണ്ടുപോകില്ല, രാത്രിയായിട്ടും കൊണ്ടുപോകാതെ വരുമ്പോഴത്തേനും നമ്മൾ എന്താ പറയുക, കാണുന്നവരോടൊക്കെ നമ്മൾ മറുപടി പറയേണ്ടി വരും. ഈ വാട്സപ്പ് ഗ്രൂപ്പിനകത്തും ഒക്കെ എന്താ പറയുക, ഇത്തരം ചർച്ചകൾ വരുന്നു. അപ്പോൾ അതൊക്കെ ഒരു വലിയ പ്രശ്നമായിരുന്നു. അപ്പം ആ ഒരു ദിവസത്തെ അതിജീവിച്ചത് ഒരു വലിയ കാര്യമായി. അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് അടുത്ത സർവീസിന് ലെക്സണിൽ തന്നെ കാണിച്ചിരുന്നെങ്കിൽ ഇത് പരിഹരിക്കപ്പെടുമായിരുന്നു. കാരണം ഞാൻ 37,500 സർവീസ് കഴിഞ്ഞതിന് ശേഷം ഈ 45 സർവീസ് വരെയുള്ള ഒരു ടൈം എന്ന് പറഞ്ഞാൽ കുറച്ച് മാസങ്ങളുണ്ടല്ലോ. അതിനോടൊപ്പം തന്നെ കുറച്ചുകൂടെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായി കാണുമായിരിക്കും, എനിക്കറിയില്ല. ഞാൻ എന്തായാലും അങ്ങോട്ട് പോകാഞ്ഞുണ്ട്, അതിനെക്കുറിച്ച് എനിക്ക് ധാരണയില്ല. ഇനിയിപ്പോൾ അടുത്ത സർവീസ് ഞാനിപ്പം ലെക്സണിൽ കൊടുക്കണോ ട്രിവാൻഡ്രം മോട്ടോഴ്സിൽ കൊടുക്കണോ എന്നുള്ളൊരു ആലോചനയിലാണ്. കാരണം ട്രിവാൻഡ്രം മോട്ടോഴ്സിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമുക്ക് മെനക്കെടാണ്, പോയി കൊടുക്കുക പിന്നെ തിരിച്ചെടുക്കാൻ പോവുക. അപ്പം നമുക്ക് കംഫർട്ടബിൾ ലെക്സൺ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സർവീസ് സംബന്ധമായ ഒരു ആകുലത മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും. ഇപ്പൊ എല്ലാവരും പറയുന്നതാണ്, ഇപ്പൊ റെഗുലർ സർവീസുകളാണ് നമുക്ക് പേടിക്കേണ്ട. ഇങ്ങനെ കംപ്ലൈന്റുകൾ വരുമ്പോൾ ഈ കംപ്ലൈന്റ് ഐഡന്റിഫൈ ചെയ്യാൻ ഇവർക്ക് പറ്റാതെ വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ കിടന്ന് വരഞ്ഞു പോകുന്നത്. ഇവർക്ക് കംപ്ലൈന്റ് ഇന്നാന്ന് കണ്ടുപിടിച്ചാൽ റെക്ടിഫൈ ചെയ്യാൻ പറ്റും. ഇവർക്ക് ബാറ്ററിയുടെ കംപ്ലൈന്റ് ആണെന്ന് മനസ്സിലായെങ്കിൽ അവർക്കത് മാറാവുന്ന കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല, 2 ഷോറൂമിലും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇവിടുന്ന് തിരുവനന്തപുരം വരെ പോകേണ്ടി. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എനിക്ക് തോന്നുന്നത്, ഈ നോർമൽ പെട്രോൾ ഡീസൽ വണ്ടികളെ സർവീസ് ചെയ്യുന്ന അവിടെ തന്നെയാണ് ഇതും ചെയ്യുക, ആ സ്ഥലത്ത് തന്നെയാണ് ചെയ്യുക. അപ്പോൾ ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ പെട്രോൾ ഡീസൽ വണ്ടികളിലാവാനാണ് സാധ്യത. അപ്പോൾ അതിനനുസരിച്ചുള്ള ടെക്നീഷ്യൻസ് ഇവിടെ ഉണ്ടാവാനുള്ള സാധ്യതയും
കുറവായിരിക്കണം. അല്ല അതൊരു എനിക്ക് തോന്നിയതാണ്. ആ ടിയാഗോയും നല്ല രീതിയിൽ ഇറങ്ങുന്നുണ്ട്. ഇപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഒരു വർഷത്തിന് മുമ്പത്തെ ഒരു അവസ്ഥ. ഇപ്പം ടിയാഗോ ഒക്കെ കൂടുതൽ ഇറങ്ങുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് ടെക്നോളജി മീൻസ് ടെക്നീഷ്യൻസ് അത്ര ഫെമിലിയർ അല്ല. കാരണം MK ഞാൻ കാണിക്കുമ്പം ഇങ്ങനൊരു ന്യായീകരണം തരത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഏതാ നമ്മുടെ ചാർജിങ്ങിന്റെ ഇഷ്യൂ കൊണ്ടാണ് നിങ്ങൾ 2200 ചാർജ് ചെയ്യണം എന്നൊക്കെ നമ്മളൊക്കെ പറയണമെങ്കിൽ, അല്ലെ ബാറ്ററി എന്തെങ്കിലും ഇഷ്യൂ ആണ്, അല്ലെ ഞാൻ ബാറ്ററി ചെക്ക് ചെയ്തു, നിങ്ങളൊന്ന് ഓടിച്ചു നോക്ക്, ഇനി ഇങ്ങനെ കാണിക്കുന്നില്ല, നമുക്ക് ബാറ്ററി മാറാം. എനിക്ക് തോന്നുന്നു അത് ബാറ്ററി പാക്കിന്റെ എന്താ പറയാ അതിന്റെ ചാർജ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവർ പറഞ്ഞായിരുന്നു. ചാർജ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അതായിരിക്കും വിഷയം എന്ന് കരുതി അവർ പറഞ്ഞായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഈ പറഞ്ഞ ലക്ഷനിൽ ചെന്നപ്പോഴും അവര് പറഞ്ഞ മറുപടിയും കംപ്ലൈന്റ് ഇല്ലാന്ന് തന്നെയാണ്. അപ്ഡേഷൻ നടത്തി, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ലിമ്പിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അങ്ങനെ വണ്ടി ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയതാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും ആണ് അവർ പറഞ്ഞത്, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഒന്ന് ഹോൾഡ് ചെയ്ത് ഇവിടെ കൊണ്ടുതരണം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് എനിക്കത് പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വണ്ടി കൊണ്ടുപോയിരുന്നു. അപ്പോൾ ആ 2-3 മാസം വരെയും എനിക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. 2200 ചാർജ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്തൊന്നും പ്രശ്നം ഉണ്ടായിരുന്നു. അതിനുശേഷം പക്ഷെ പിന്നീട് എന്റെ ഒരു അഭിപ്രായം അങ്ങനെ സാറ് പറഞ്ഞപ്പോ ഇവർ ഓടിച്ചു നോക്കണമായിരുന്നു. അതെ, ഓടിച്ചു നോക്കുമ്പോഴല്ലേ ഈ പ്രശ്നം കണ്ടെത്താൻ പറ്റും. അല്ലാതെ ഇവർ എങ്ങനെ ഈ പ്രശ്നം ഇല്ലെന്ന് അവർ പറഞ്ഞു. അതെനിക്കറിയില്ല. അവർ ബാറ്ററി ഹെൽത്ത് ചെക്ക് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഓടിച്ചു നോക്കിയിട്ടുണ്ടാവില്ല. അതെ. അപ്പൊ അത് ശരിക്കും ഒരു നിരുത്തരവാദിത്വപരമായ ഒരു സമീപനമാണ്. കാരണം നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് മേടിക്കുന്നു. കാരണം സാധാരണക്കാരാണ് മിക്കവാറും ടാറ്റയുടെ EVയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാശുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉയർന്ന വാഹനങ്ങളിലേക്ക് പോകും, ഇല്ലേ? അപ്പൊ അത് പോകാതെ ഒരു മിഡിൽ ക്ലാസ് മനുഷ്യനാണ് കൂടുതൽ ഈ വാഹനം ഉപയോഗിക്കുന്നത്. അപ്പൊ അവന്റെ ചിലപ്പം പ്രൈമറി വെഹിക്കിൾ ആയിരിക്കും ഈ വണ്ടി എന്ന് പറയുന്നത്. സംബന്ധിച്ച് ഇത് 2 ആഴ്ച 3 ആഴ്ചയൊക്കെ അവിടെ പിടിച്ചിടേണ്ട അവസ്ഥ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സാറിനിപ്പം സാറിന്റെ ഫ്രണ്ടിന്റെ വണ്ടി കിട്ടാനുള്ളതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഇതില്ലാത്തവരും ഉണ്ട്. ഇപ്പം സർവീസ് ശരിക്കും ഇവരെ മാറേണ്ടതാണ് എന്നൊരു അഭിപ്രായം ഉണ്ടോ? സർവീസ് ഞാൻ പറയില്ലേ, നമ്മുടെ കസ്റ്റമർ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്ത് പോകണം. കസ്റ്റമർക്ക് ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. കാരണം ഇത്രയും നിസാർ ഒരു 5 രൂപ 10 രൂപയുടെ സാധനമല്ല നമ്മൾ വാങ്ങിക്കുന്നത്. ഇത്രയും പൈസ കൊടുത്ത് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ആ കസ്റ്റമർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്ന രീതിയിലുള്ളൊരു പെരുമാറ്റം ഉണ്ടാവണം. മറ്റുള്ള സർവീസ് സെന്ററുകൾ, പ്രത്യേകിച്ചും എന്താ പറയുക, മറ്റുള്ള കമ്പനികളുടെയൊക്കെ വണ്ടികളിൽ ഞാനിപ്പം 2 കമ്പനി മാറി വന്നുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാതെ, ചില മാരുതി ഉണ്ടായിരുന്നു, അവരുടെ ഹോണ്ട സിറ്റി ഉണ്ടായിരുന്നു, അവരുടെയൊക്കെ ഷോറൂമിൽ ചെല്ലുമ്പം അവരുടെ ഒരു റെസ്പോൺസും അവരുടെ ഒരു എന്താ പറയുക അപ്രോച്ചും അല്ല നമുക്ക് ടാറ്റയിൽ നിന്ന് കിട്ടുന്നതാണ്. കാരണം അവർക്ക് എന്താ പറയുക, അത് നമുക്ക് ഡിഫറൻസ് കൃത്യമായിട്ട് മനസ്സിലാവും, പല രീതിയിൽ നമുക്ക് മനസ്സിലാവും. അപ്പം അന്നത്തെ ഒരു സിറ്റുവേഷനിൽ ശരിക്കും ഞാൻ പെട്ടുപോയി. പക്ഷെ എന്തായാലും ഇപ്പം വളരെ ഹാപ്പിയാണ്. ഓക്കെ. പിന്നെ ആരെങ്കിലും ഒരു സുഹൃത്ത് വണ്ടി എടുക്കാൻ വേണ്ടി ഒരു അഭിപ്രായം ചോദിച്ചാൽ എന്ത് പറയും? ഇത് തന്നെ പറയും, വണ്ടി വളരെ എന്താ പറയുക കംഫർട്ടബിൾ ആണ്. വണ്ടിയിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. വണ്ടി അത്യാവശ്യം സേഫാണ്. വണ്ടി നമുക്ക് ഈസി ആയിട്ട് കൊണ്ടു നടക്കാം. പിന്നെ എന്താ പറയുക, നമുക്ക് 2 മാസം കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു കറണ്ട് ചാർജിൻ്റെ പ്രശ്നം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അതും പെട്രോൾ അടിക്കുന്നതിൻ്റെ എത്രയോ കുറച്ച് പൈസ മാത്രം മതി. അപ്പോൾ ഒരു രൂപയ്ക്ക് താഴെ നമുക്ക് 1 കിലോമീറ്ററിൽ യാത്ര ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടാകത്തില്ല. പക്ഷേ ഇനിയൊരു വിഷയം കൂടെ ഞാൻ പറയും. ഏതാ? അത് ഞാൻ പറഞ്ഞല്ലോ, വണ്ടിയാണ് കംപ്ലൈന്റ് വരുന്നത്. ഇപ്പൊ IC എഞ്ചിൻ വണ്ടിയാണെങ്കിലും ചിലപ്പോൾ വഴി കിടക്കാം. പക്ഷെ അത് കൃത്യമായി കണ്ടെത്തി പരിഹരിക്കണം. ഒരു പ്രശ്നമല്ല. ഈ ഒരു വിഷയം നോക്കേ, പക്ഷെ അത് ടൈം ബൗണ്ട് ആയിട്ട് ഇവർ കണ്ടെത്തി പരിഹരിച്ചാൽ ഈ പ്രശ്നമില്ലായിരുന്നു. അപ്പം അതെ, ഇപ്പം ഞാൻ അവിടെ വണ്ടി വന്ന് 10 മണി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ വന്നു, അല്ലെങ്കിൽ ഒരു 2 മണിക്കൂറിന് വണ്ടി എന്ത് ചെയ്ത് ടോ ചെയ്ത് കൊണ്ടുപോയി. അതിനുശേഷം നമ്മളെ ഇൻഫോം ചെയ്താണ് ഇഷ്യൂ. ഇതൊന്നുമില്ല. ഞാൻ MKയിൽ വിളിച്ച് എന്താ പറയുക, ഒരു 50 തവണയല്ല ഞാൻ MKയിൽ വിളിക്കുന്നത്, എന്താ ഇഷ്യൂ എന്ന് പറയും. കാരണം ഇത് ആ ഒരു സമയത്ത് ഓണത്തിൻ്റെ അവധി ഉണ്ടായിരുന്നു. അപ്പം അവർ പറയും ടെക്നീഷ്യൻസ് ഇല്ല, ഇവരില്ല, ചെക്ക് ചെയ്യുവാണ്, നോക്കട്ടെ, ഇങ്ങനെ പറഞ്ഞ് നമുക്ക് ടെൻഷനല്ലേ. കാരണം നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് വണ്ടി മേടിച്ചിട്ട് നമുക്ക് നമ്മുടെ ടെൻഷൻ അവർ മാറ്റേണ്ടതാണ്. പക്ഷെ അങ്ങനൊരു രീതിയൊന്നും അവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പം നമ്മളെ എന്താ പറയുക, നമ്മളെ അപ്രോച്ച് ചെയ്തിട്ട് നമ്മളൊരാളോട് വണ്ടി നല്ലതാണെന്ന് പറയും. നാളെ അവന് ഈ എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പം ഇവൻ നാളെ നമ്മളെ എന്ത് ചെയ്യുക, മെക്കിട്ട് കയറത്തില്ലേ. അപ്പം അതുകൊണ്ട് ഇത് പറയുന്ന കൂട്ടത്തിൽ ഞാനിവിടെ ചേർത്ത് പറയും. നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല. അതെ. ഓക്കെ. അപ്പൊ എന്തായാലും ടാറ്റ കുറച്ചും കൂടി ഈ സർവീസിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. അതെ, തീർച്ചയായിട്ടും. വണ്ടി ഒക്കെയാണ് ഇത്രയും ഫെസിലിറ്റിയോട് കൂടി, ഇത്രയും കംഫർട്ടായിട്ട്, ഇത്രയും വില കുറച്ച് നമുക്ക് വാഹനം
അതെ 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 അതെ. അതിലൊക്കെ അവർ പക്കയാണ്. പക്ഷെ ഈ ഒരു സർവീസിന്റെ കാര്യത്തിൽ അവർ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ആളുകൾ ഇത് എന്താ പറയുക, അതിലേക്ക് ഇപ്പോൾ ഒരുപാട് ആളുകൾ, ഇപ്പം നേരത്തെ രഞ്ജിത്ത് പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ ഇപ്പം EV ഉപയോഗിക്കുന്നുണ്ട്. EVയിലേക്ക് ആളുകൾ ഒരുപാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല സർവീസ് കൊടുക്കാൻ ടാറ്റയ്ക്ക് സാധിച്ചാൽ കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരും. ഈ നമ്മൾ അതിൻ്റെ റിവ്യൂസ് മൊത്തം നോക്കിയാൽ ഈ സർവീസിൻ്റെ ആയിട്ടുള്ള ഇഷ്യൂ ആണ് 95% ഉള്ളത് അല്ലേ. അപ്പോൾ ആ ഇഷ്യൂ പരിഹരിക്കാൻ ടാറ്റയ്ക്ക് പറ്റിയാൽ കൂടുതൽ ആളുകൾ അതിലേക്ക് എത്തും എന്നാണ് എൻ്റെ ഒരു ധാരണ. ഓക്കെ. അല്ല, ഇങ്ങനെ പ്രതികരണങ്ങൾ വരണം സാർ. അതായത് കംപ്ലൈന്റ് ഉള്ളവരും മിണ്ടാതിരിക്കുമല്ല, കംപ്ലൈന്റ് ഉണ്ടെന്ന് തന്നെ പറയണം. എങ്കിൽ മാത്രമേ ഇവർ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കത്തുള്ളൂ. അപ്പൊ എന്തായാലും ഫ്യൂച്ചറിൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറുമെന്ന് തോന്നുന്നു. കാരണം പുതിയ വാഹനങ്ങൾ EV സെഗ്മെന്റിൽ ടാറ്റ ഇറങ്ങി. അപ്പൊ മാറട്ടെ എന്ന് വിചാരിക്കുന്നു. കാരണം ഇപ്പം EVക്ക് വേണ്ടി തന്നെ സർവീസ് സെന്ററുകളൊക്കെ ചിലതൊക്കെ വന്നിട്ടുണ്ട്. ആലുവയിൽ ഉണ്ടെന്ന് പറയുന്നു. പിന്നെ ട്രിവാൻഡ്രം മോട്ടോഴ്സിൽ അവർക്ക് സെപ്പറേറ്റ് EVക്ക് വേണ്ടി മാത്രമുണ്ട്. സ്വാഭാവികമായിട്ട് ഈ പ്രശ്നങ്ങൾ ഒരു വർഷം മാറിയേക്കാം. മാറിയാൽ ട്രിവാൻഡ്രം മോട്ടോഴ്സിലൊക്കെ അവര് EV മാത്രം ഹാൻഡിൽ ചെയ്യാം, ഒരു വിങ്. അപ്പം അവര് അങ്ങനെ EV മാത്രം ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേനും അവർക്ക് അതിനുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ഉണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ടായിരിക്കണം എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞത്, നീ വേറെ ഒന്നും നോക്കണ്ട. ഈ 3 സർവീസ് സെന്ററിൽ പോയപ്പം ഈ ഇവര് വണ്ടി എടുക്കുന്ന ടെക്നീഷ്യന്മാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതില് എന്ത് ഫീലിംഗ് ആണ് തോന്നിയത്? നമുക്കൊരു കോൺഫിഡൻസ് കിട്ടി കുറച്ചുകൂടെ അവിടെ. അതെന്തായിരിക്കും കാരണം? ആ കാര്യം എന്ന് പറഞ്ഞാൽ അവര് നമ്മുടെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പം അവർ അതുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത കുറേയധികം കാര്യങ്ങൾ നമ്മളോട് ഇങ്ങോട്ട് പറയുന്നുണ്ട്. അപ്പം നമ്മൾ അത് കുറേ റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മറ്റേ നമ്മൾ A to Z കാര്യങ്ങൾ അങ്ങോട്ട് പറയണം, അവർ ആദ്യം കേൾക്കുന്ന പോലെ, അല്ലെങ്കിൽ എന്താ പറയുക, വേറൊരു രീതിയിലാണ് സമീപിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ചെന്ന ഒരു കാര്യങ്ങൾ പറയുമ്പോൾ അവരിങ്ങോട്ട് ചോദിക്കുന്നത്, ഇപ്പോൾ ബാറ്ററിയുടെ ചാർജിൻ്റെ കാര്യം പറയുമ്പോൾ, സാർ ഒരു അരമണിക്കൂറിനകം അത് റെഡ് ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ടോ, അത് ചൂടാവുന്നുണ്ട്, പ്ലഗ് ചൂടാവും. അപ്പം കുറേയധികം കാര്യങ്ങൾ നമ്മളൊരു ഇഷ്യൂ അങ്ങോട്ട് പറയുമ്പോൾ തന്നെ അവർ കുറേയധികം കാര്യങ്ങൾ ഇങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്. നല്ല ഒരു അസുഖമായിട്ട് നല്ല ഡോക്ടറിന്റെ അടുത്ത് അതെ ആ ഡോക്ടർ നമ്മളെ എങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള എന്ന് വെച്ചാൽ അന്ന് എനിക്ക് മനസ്സിലാക്കിയത്, എനിക്ക് സാറിന്റെ സംസാരിക്കുന്നത് മനസ്സിലായത്, അവിടെ നിൽക്കുന്ന ടെക്നീഷ്യന്മാർ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു സിംറ്റം പറയുമ്പോൾ ഇന്നതുകൊണ്ടാവാം എന്നുള്ളൊരു പറയുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സർവീസ് സെന്ററുകൾ വരണം. ഫ്യൂച്ചറിൽ വരുമായിരിക്കും. വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ഈ അനുഭവം, സാറിന്റെ പോലുള്ള അനുഭവം മറ്റൊരാൾക്ക് ഇനി ഉണ്ടാവാതിരിക്കട്ടെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ. വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് വളരെ നന്ദി. ഓക്കെ, ശരി. പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നിങ്ങൾ കേട്ടുവല്ലോ. അപ്പം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പല കസ്റ്റമേഴ്സിനും ഉണ്ട്. പക്ഷേ വാഹനത്തിൽ അവർ സംതൃപ്തരാണ്. കാരണം അതിൻ്റെ സാമ്പത്തിക ലാഭം, അതിൻ്റെ പെർഫോമൻസ്, ഡ്രൈവിംഗ് കംഫർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഹാപ്പിയാണ്. പക്ഷേ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ പലപ്പോഴും പലരും ഒറ്റപ്പെടുന്നൊരു സാഹചര്യം. എന്ന് വെച്ചാൽ ഏത് സർവീസ് സെൻറ്ററിൽ ചെന്നെന്ന് പറഞ്ഞാലും ഇത് പ്രോപ്പറായിട്ട് ഒരു കൃത്യസമയത്തുള്ള ഇത് ഐഡൻറ്റിഫൈ ചെയ്യുവാനും ഈ പ്രശ്നം പരിഹരിക്കുവാനും പലർക്കും സാധിക്കുന്നില്ല, അല്ലെങ്കിൽ കാലതാമസം ഉണ്ടാകുന്നു. എല്ലാ സർവീസ് സെൻറ്ററുകളെ അല്ല ഇങ്ങനെ പറഞ്ഞത്, പക്ഷേ മിക്ക സർവീസ് സെൻറ്ററുകളുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന സർവീസ് സെൻറ്ററുകളിൽ ജോലി ചെയ്യുന്നവർ, അതോടൊപ്പം തന്നെ ടാറ്റയുടെ ഒഫീഷ്യൽസ്, അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ദയവായി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. കാരണം ടാറ്റ എന്ന് പറയുന്ന ബ്രാൻഡിനോടും വാഹനങ്ങളോടും എല്ലാവർക്കും ഇഷ്ടം തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഇപ്പം ടാറ്റയുടെ ഒരു രണ്ടാമത്തെ യുഗത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ഒരു ടാറ്റ വാഹനങ്ങൾ നേരത്തെ നിന്ന് അപ്രത്യക്ഷമായി തുടങ്ങി, പിന്നെ പടയുന്നൊരു ബൂമിംഗ് ഉണ്ടായി. ഇന്ന് വളരെ വലിയ രീതിയിൽ ടാറ്റയുടെ വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മികച്ച ഒരു സർവീസും കൂടി നിങ്ങൾ കൊടുത്താൽ, കാരണം ജനങ്ങൾക്ക് ടാറ്റ ഇഷ്ടമാണ്, അവരുടെ വാഹനങ്ങൾ ഇഷ്ടമാണ്. പക്ഷേ അവർക്കാകെ ഉള്ളൊരു ബുദ്ധിമുട്ട് സർവീസ് സംബന്ധമായ ബുദ്ധിമുട്ട് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും കൂടെ ഒന്ന് പരിഹരിക്കപ്പെട്ടാൽ അടുത്ത ഒരു യുഗമെന്ന് പറയുന്നത് ടാറ്റയുടെ യുഗമായിരിക്കും. കാരണം ടാറ്റ എന്ന് പറയുന്ന ബ്രാൻഡ് ഭാരതീയരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നൊരു ബ്രാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കാർക്കും ടാറ്റയെ കുറ്റപ്പെടുത്താൻ താല്പര്യമില്ല. പക്ഷേ ടാറ്റ മാറണം. അതിൻ്റെ കാരണം കസ്റ്റമേഴ്സിനും കൂടെ ഒരു പ്രാധാന്യം നൽകണം. അവർ പണം മുടക്കി മേടിക്കുന്ന വാഹനമാണ്. കാരണം ശരിക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാഹനം തന്നെയാണ് ടാറ്റയുടെ എല്ലാ വാഹനങ്ങളും. പക്ഷേ ആ ഒരു ഉറപ്പ് സർവീസിലും കൂടി നൽകാൻ പറ്റിയാൽ പുതിയൊരു ചരിത്രം സൃഷ്ടിക്കുവാൻ ടാറ്റയ്ക്ക് സാധിക്കും. ഇദ്ദേഹത്തിനുണ്ടായതുപോലൊരു അനുഭവം ഇനി ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്